വാ പുള്ളേ പുഴയ്ക്ക് പോவோം നണ്ടിനെ പിടിപ്പാ മീനയും പിടിപ്പാ അന്തിക്കു നമ്മ പീരക്കാന്നൊക്കെ കത്തലും കൂട്ടിത്തിനുവോ വയൽ കടന്നു പുഴ കടന്നു പാപ്പൻ ചേട്ടന റേഷൻ ഷാപ്പിലു ഭൂമി നേരം സിനിമ മാലഞ്ചു നമ്മ പീരയ്ക്ക് ഓരോന്ന് പറഞ്ഞിട്ട് പാട്ട് അങ്ങനത്തെ ഒരു അടിപൊളി ഒന്നര പാടി വെക്കാതെ അത് വാ പുള്ളേ പുഴയ്ക്ക് പോവോ നണ്ടിനെ പിടിപ്പോ മീനയും പിടിപ്പോ അന്തിക്കൂ നമ്മ പീരക്കാന്നൊക്കെ കത്തലും കൂട്ടിത്തിനുവോ പിന്നെ താളം വന്നിട്ട് കഴിഞ്ഞ ശേഷം അടുത്ത ഇതാണ് വയൽ കടന്നു പുഴ കടന്നു പാപ്പൻ ചേട്ടന റേഷൻ ഷാപ്പിലു ഓമി നേരം ടി വി മാലഞ്ചു അരിയും വാങ്ങുവോ അമ്മ ഓമി നേരം ടി വി മാലഞ്ചു അരിയും വാങ്ങുവോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ പണി ഭാഷയൊക്കെ എങ്ങനെയാ പഠിച്ചത്? പണിയര് സാറേ ചെറുപ്പം മുതലേ ഇത് എല്ലാ സമുദായമായിട്ട് ബന്ധമുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ കുറുമ സമുദായത്തിന്റെ ഒരു പാട്ട് ആറ്റുകൊണ്ടിൽ പാടാൻ പറ്റുമോ? കുടുംബസമയത്തിനെ കുറിച്ച് ചിന്തിച്ചില്ല. കുറച്ചും കൂടി ഈ പാട്ടുകളിലേക്ക് വരാൻ പറ്റുന്ന വരികൾ പണിയരുടെ കുറുമരുടെ ലേശം ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു വാക്കുകളാണ് ആണല്ലേ. അതില് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ഇതിനെന്ന് പറയുമ്പോൾ ഇത് നന്നാവുന്നുണ്ട്, എഴുതാൻ പറ്റുന്നുണ്ട് പണിയ ഭാഷ. പിന്നെ നായക ഭാഷയിലാണെങ്കിൽ അത് പറ്റില്ല. പിന്നെ അടിയരുടെ ഭാഷയിലാണെങ്കിൽ പറ്റില്ല. പിന്നെ ഊരാളിമാരുടെ ഭാഷ തീരെ പറ്റില്ല. ഇതിനൊന്നും ലിപിയില്ലല്ലോ. ലിപിയില്ലാത്ത ഭാഷകളാണ് ഒരു പുസ്തകമായിട്ട് മാറിയിട്ടുള്ളത്. ഒരു വലിയ സംഭവം തന്നെ കേട്ടോ. ലിപിയില്ലാത്ത ഭാഷയുടെ വാക്കുകളെ കോർത്തിണക്കി അതൊരു അടുത്ത തലമുറയിലേക്ക് എന്താ പറയാ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്ന വലിയൊരു മനുഷ്യൻ. അത് ആർക്കെങ്കിലും ഗുണം കിട്ടുകയാണെങ്കിൽ സാറേ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചിലരുടെ ജന്മത്തിന്റെ നിമിത്തമൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അത്